തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് സുവിശേഷത്തിൻ്റെ ഘടനയെ പറ്റിയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് ഞാൻ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാം. സുവിശേഷത്തിൻ്റെ ഘടന ഇങ്ങനെയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം സുവിശേഷത്തിൻ്റെ ശീർഷക വാക്യം എന്ന് നമുക്ക് പറയാം. 1-2 മുതൽ 13 വരെയുള്ളത് സുവിശേഷത്തിൻ്റെ പ്രലോഗ് ആണ്, അല്ലെങ്കിൽ ഉപക്രമമാണ്. 1:14 മുതൽ 8:30 വരെയുള്ളതാണ് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. 8:31 മുതൽ 15:39 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. 15:40 മുതൽ 16:8 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ ഉപസംഹാരം. അതിന് ശേഷം വരുന്ന വാക്കുകൾ, അതായത് 16:9 മുതലുള്ള വാക്യങ്ങൾ സുവിശേഷത്തിൻ്റെ എപ്പിലോഗ്, അല്ലെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർത്തത് എന്ന് പറയാമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കിന്ന് ഈ ഘടനയിലെ ഓരോ ഭാഗത്തെപ്പറ്റി അല്പം വിശദമായിട്ട് പഠിക്കാം. ശീർഷവാക്യത്തിൽ മർക്കോസ് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നാണ്. താൻ എഴുതുന്ന ആ പുസ്തകത്തിന് സുവിശേഷം എന്ന പേര് അദ്ദേഹം കൊടുക്കുന്നു. സുവിശേഷം എന്ന് മാത്രമല്ല, സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. സുവിശേഷം എന്ന ആ വാക്ക് ഒരു നാമമാണ്. ഒരു പുസ്തകത്തിന് ആ പേര് കൊടുക്കുന്നത് നമ്മുടെ ചരിത്ര ജ്ഞാനം വെച്ച് നോക്കിയാൽ മർക്കോസാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് ഒരു പുസ്തകത്തിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷം എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ കാര്യം അറിയിക്കുന്നതാണ് സുവിശേഷം. നല്ല വാർത്ത, അതാണ് സുവിശേഷം. പഴയ നിയമത്തിൽ ഈ ആശയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു രാജാവ് യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ വിജയിച്ചാൽ ആ വാർത്ത അറിയിക്കുന്നതിനെ സുവിശേഷം അറിയിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ രാജാവിന് ഒരു പുത്രൻ ജനിക്കുകയാണെങ്കിൽ അതും സുവിശേഷമായി കണക്കാക്കപ്പെട്ടിരുന്നു. മർക്കോസ് നമ്മുടെ കർത്താവിലൂടെ നിറവേറിയ ആ കാര്യങ്ങൾ അതിനെ സുവിശേഷം എന്ന് വിളിക്കുന്നു. താൻ എഴുതിയ ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കുന്ന പേരാണത്. അതായത് താൻ എഴുതുന്ന പുസ്തകം ഒരു പ്രത്യേക തരം പുസ്തകമാണ്. സാധാരണ പ്രചാരത്തിൽ ഉള്ള പുസ്തകങ്ങൾ പോലുള്ള ഒരു പുസ്തകമല്ല, വ്യത്യസ്തതകളുള്ള ഒരു പുസ്തകമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാകാം അദ്ദേഹം ഇതിന് സുവിശേഷം എന്ന പേര് കൊടുത്തത്. സുവിശേഷം എന്ന് വെച്ചാൽ അർത്ഥം ചരിത്രം എന്ന് അല്ല. ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങൾ ക്രമമായിട്ട്
മറ്റുള്ളവരുടെ അറിവിനു വേണ്ടി എഴുതി കൊടുക്കുന്നതാണ്. അത് ചരിത്രം മാത്രമാണ്. എന്നാൽ സുവിശേഷം വെറും ചരിത്രമല്ല. ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് അത് വിശദീകരിച്ച് വായനക്കാരന് ബോധ്യവും വിശ്വാസവും ഉളവാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് സുവിശേഷം. ചരിത്രവും സുവിശേഷവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. ചരിത്രം മനുഷ്യൻ്റെ ബുദ്ധിയെ അഡ്രസ്സ് ചെയ്യുന്നു. ബുദ്ധിയോടാണ് ചരിത്രം സംസാരിക്കുന്നത്. അറിവുകൾ ബുദ്ധിയിൽ ശേഖരിച്ച് വയ്ക്കാനും പിന്നീട് അത് ഉപയോഗപ്പെടുത്താനും ചരിത്രം സഹായിക്കുന്നു. എന്നാൽ സുവിശേഷം ബുദ്ധിയോട് എന്നതിനെ പോലെ നമ്മുടെ മനസ്സാക്ഷിയോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷിയോട് സംസാരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സുവിശേഷം നമ്മുടെ മാനസാന്തരമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാന ലക്ഷ്യമല്ല, മറിച്ച് മനസ്സാക്ഷിയെ അഡ്രസ്സ് ചെയ്യുകയും വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ സാഹിത്യ രൂപം ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ചരിത്രം ഒരു സാഹിത്യ രൂപമാണ്, കവിതകൾ സാഹിത്യ രൂപങ്ങളാണ്, കഥകൾ, ചെറുകഥകൾ, നോവലുകൾ, അങ്ങനെ പല സാഹിത്യ രൂപങ്ങളുമുണ്ടല്ലോ. അതുപോലെ ഒരു സാഹിത്യ രൂപമാണ് സുവിശേഷം എന്ന് പറയുന്നത്. മറ്റ് എല്ലാ സാഹിത്യ രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേൾവിക്കാരൻ്റെ മനസ്സാക്ഷിയോട് സംസാരിക്കുകയും അയാളെ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സാഹിത്യരൂപം, അതാണ് സുവിശേഷം. ഈ സാഹിത്യരൂപത്തിന് ആദ്യം രൂപം കൊടുത്ത ആൾ മർക്കോസ് ആണെന്ന് വേണം നമ്മൾ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ. ഇനി നമുക്ക് ആ വാക്യത്തിൻ്റെ മറ്റൊരു വശം മനസ്സിലാക്കാം. മർക്കോസ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ എന്ന ആ ഇന്ത്യയുടെ അർത്ഥം എന്താണ്? യേശുവിനെ പറ്റിയുള്ളതാണോ, അതോ യേശു തന്നെയാണോ? എങ്ങനെയാണ് നമ്മൾ ആ ഒബ്ജക്റ്റീവ്, ആ പൊസസീവ് കേസ് ഇൻ്റെ എന്നുള്ള അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വാസ്തവത്തിൽ ഈ പൊസസീവ് കേസ് ഗ്രീക്കിൽ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് കർത്താവിന്, അതായത് വാക്യത്തിലെ കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ വാക്യത്തിലെ ഓബ്ജക്റ്റിന്, കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ ഒക്കെ നമ്മൾ ഈ ഇൻ്റെ എന്നുള്ള ഈ പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആ രീതിയിൽ ഉപയോഗിക്കാം. അതായത് എൻ്റെ പുസ്തകത്തിൻ്റെ വിഷയം, ഓബ്ജക്റ്റ്, അത് യേശുവാണ്, ക്രിസ്തുവും ദൈവപുത്രനുമായ യേശുവാണ് എന്ന രീതിയിൽ അത് മനസ്സിലാക്കാം. അത് ശരി തന്നെയാണ്. പക്ഷേ വേറൊരു സാധ്യതയുണ്ട്. ഈ ഓഫ്, ഇംഗ്ലീഷിലെ ഈ ഓഫ്, അതിന് വിശദീകരണം എന്ന നിലയിലുള്ള അർത്ഥം കൂടിയുണ്ട്. അതായത് ഞാൻ പറയാൻ പോകുന്നത് യേശുവാകുന്ന സുവിശേഷത്തെ പറ്റിയാണ് എന്നും
മർക്കോസ് പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ അർത്ഥങ്ങൾ ഉള്ള ഒരു പ്രയോഗമാണ് യേശുവിൻ്റെ എന്ന ആ ഇൻ്റെ എന്ന പ്രയോഗത്തിന് ഉള്ളത്. മറ്റൊരു കാര്യം, ഈ സുവിശേഷത്തെപ്പറ്റി അദ്ദേഹം സുവിശേഷം എന്ന് പറയാതെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ എഴുതിയ പുസ്തകത്തിന് ആരംഭം എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? വാസ്തവത്തിൽ യേശുവിൻ്റെ പരസ്യ ജീവിതം മുതൽ യേശുവിൻ്റെ മരണവും ഉയിർപ്പും എല്ലാം വിവരിക്കുന്ന ഒരു പുസ്തകമാണല്ലോ ഇത്. അപ്പോൾ യേശുവിലൂടെ നിറവേറിയ കാര്യങ്ങളുടെ കുറേ കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ആരംഭം മാത്രമല്ല മർക്കോസ് പറയുന്നത്. യേശുവിലൂടെ നിറവേറിയ കാര്യങ്ങളെല്ലാം തന്നെ മർക്കോസ് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിന് സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറയാൻ കാര്യം? ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മർക്കോസ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ശരിയായിട്ട് അറിഞ്ഞിരിക്കണം. 14-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: യോഹന്നാൻ സ്നാപകൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലായിലേക്ക് വന്നു. ഇൻഡു ഗലീലായിലേക്ക് വന്നു. അതിനുശേഷം ഉയർപ്പിന് ശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വീണ്ടും മർക്കോസ് പറയുന്നു: നിങ്ങൾക്ക് മുൻപേ അവൻ ഗലീലായിലേക്ക് പോയിരിക്കുന്നു, അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും. ഇൻഡു ഗലീലി. ഇത് ഇൻഡു ഗലീലി എന്നുള്ള ഈ ഫ്രേസ് മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അർത്ഥ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അത് സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഉള്ള ഒരു വാക്കാണ്. ഗോയിങ് ഇൻടു ഗലീലി എന്ന് വെച്ചാൽ അർത്ഥം സുവിശേഷം പ്രസംഗിക്കുക, പ്രഘോഷിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട രംഗങ്ങളിലാണ് മർക്കോസ് ഈ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് 14-ലും 16:7-ലും. 1:14 പറയുന്നത് ശരീരത്തോടുകൂടി ജീവിച്ച യേശു ചെയ്ത സുവിശേഷ പ്രഘോഷണ പ്രക്രിയകളെ പറ്റിയാണ്. എന്നാൽ 16:7 മുതൽ പറയാൻ പോകുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു വിസിബിളായിട്ടുള്ള, ദൃശ്യമായിട്ടുള്ള ഒരു ശരീരം ഇല്ലാത്ത യേശു അദൃശ്യമായ നിലയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആ രീതിയെ പറ്റിയാണ്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, സുവിശേഷ പ്രഘോഷണം എന്നത് യേശുവിൻ്റെ ജീവിതകാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് ലോകാവസാനം വരെയും തുടരേണ്ടതായ ഒരു കാര്യമാണ്. അതിന് 2 ഘട്ടങ്ങൾ ഉണ്ട്. 1-ാം ഘട്ടം യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിലുള്ള ജീവിതകാലമാണ്. അക്കാര്യം മാത്രമേ തൻ്റെ സുവിശേഷത്തിൽ താൻ പറയുന്നുള്ളൂ എന്ന് വായനക്കാർ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചാണ് മർക്കോസ് തൻ്റെ പുസ്തകത്തിന്, താൻ എഴുതിയ പുസ്തകത്തിന് സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന പേര് കൊടുത്തത്. അതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ലോകാവസാനം വരെയും സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കും. അത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ 2-ാം ഘട്ടം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ 1-ാം വാക്യം 1:1 മനസ്സിലാക്കാൻ. 1:2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അത് ഈ പുസ്തകത്തിൻ്റെ ഉപക്രമം എന്നോ പ്രൊലോഗ് എന്നോ ആണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്.
ഇവിടെ ഈ പ്രലോഗിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട പാഠങ്ങൾ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മുഴുവനും നടക്കുന്നത് മരുഭൂമിയിലാണ്. യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. 2-3 വാക്യങ്ങൾ. അത് പ്രവാചകന്മാരുടെ പ്രവചനത്തിൻ്റെ നിറവേറൽ എന്ന നിലയിലാണ്. പ്രവാചകന്മാരും മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ്, സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രവചനത്തിൽ മരുഭൂമിയുണ്ട്. യോഹന്നാൻ്റെ പ്രത്യക്ഷപ്പെടലിൽ മരുഭൂമിയുണ്ട്. നമ്മുടെ കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് മരുഭൂമിയിൽ വെച്ചാണ്. നമ്മുടെ കർത്താവ് ജ്ഞാനസ്നാനത്തിന് ശേഷം പരീക്ഷിക്കപ്പെട്ടത് മരുഭൂമിയിലാണ്. അപ്പോൾ ഈ വാക്യങ്ങൾ, ഈ 12 വാക്യങ്ങളിൽ മരുഭൂമി എന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ 12 വാക്യങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് പരിശുദ്ധാത്മാവ് എന്നത്. യേശു പരിശുദ്ധാത്മാവിനാൽ ജനങ്ങൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കും എന്നാണ് യോഹന്നാൻ പ്രഘോഷിച്ചത്. എനിക്ക് പിറകെ വരുന്ന ഒരുവൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ. അതുപോലെ യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന് മേൽ വന്ന് ആവസിക്കുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ജ്ഞാനസ്നാനം സ്വീകരിച്ച യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് ഓടിച്ചു എന്നാണ്. അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്. ഈ പരിശുദ്ധാത്മാവ് എന്നത് ഈ ഭാഗത്തിൻ്റെ, ഈ പ്രലോഗിലെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. അപ്പോൾ പശ്ചാത്തലത്തിൽ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടുമാണ് ഈ പ്രലോഗിലൂടെ മർക്കോസ് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പശ്ചാത്തലമായി വർത്തിക്കേണ്ടത് മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ, അതായത് ഏകാന്തതയിൽ, പിന്നെ സുഭിക്ഷമല്ലാത്ത ക്ലേശങ്ങളുള്ള ഒരു പശ്ചാത്തലത്തിൽ, ആരോടും സംസാരിക്കാനില്ലാത്ത പശ്ചാത്തലത്തിൽ, ദൈവത്തോട് മാത്രം യോജിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് മർക്കോസ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ ഈ പ്രലോഗിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അത് 5-ാം വാക്യവും 9-ാം വാക്യവുമാണ്. 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജെറുസലേമിലും യൂദായിലുമുള്ള എല്ലാവരും യോഹന്നാൻ്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിച്ചു എന്നാണ്. അവർ വന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ ഒന്നും തന്നെ സംഭവിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. അവർ വെള്ളത്തിൽ സ്നാനം സ്വീകരിച്ച് തിരിച്ചുപോയി. അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ എല്ലാവരും വന്ന് സ്നാനം സ്വീകരിച്ച് തിരിച്ചുപോയി. അവർ ചെയ്തത് അവരുടെ പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഗലീലായിൽ നിന്ന് യേശു ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയല്ല, തനിച്ച് യേശു വന്ന് സ്നാനം സ്വീകരിക്കുന്നു. യേശു പാപങ്ങൾ ഏറ്റുപറയുന്നതായിട്ട് പറയുന്നില്ല. അവിടെ ഏറ്റുപറയുന്നത് പിതാവായ ദൈവമാണ്. അവിടുന്ന് സ്വർഗം പിളർന്ന് പരിശുദ്ധാത്മാവിനെ യേശുവിന് മേൽ അയച്ചുകൊണ്ട് പറയുന്നു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ മർക്കോസ് ഈ കൊച്ചു ഭാഗത്ത്, അതായത് ഈ പ്രലോഗ് എന്ന് പറയുന്ന വെറും 12 വാക്യങ്ങളുള്ള ഈ ഭാഗത്ത് ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. യഹൂദന്മാരുടെ രാജ്യത്തിൻ്റെ പേരാണ് യൂദ. ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ജെറുസലേം. അപ്പോൾ ആ രാജ്യത്തിലുള്ള എല്ലാ ആളുകളും വന്ന് സ്നാനം സ്വീകരിച്ചിട്ടും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവർക്ക് പാപങ്ങൾ ഏറ്റുപറയുവാനുണ്ടായിരുന്നു. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞു.
പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഒരുവൻ ഗലീലായിൽ നിന്ന്, യേശു എന്ന ഒരുവൻ ഗലീലായിൽ നിന്ന് വന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ യേശു പാപങ്ങൾ ഏറ്റുപറയുന്നില്ല. കാരണം യേശുവിന് പാപമില്ലായിരുന്നു. പിതാവ് ഏറ്റുപറയുന്നു യേശു ആരാണെന്ന്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തു സ്നാനം സ്വീകരിച്ചപ്പോൾ യേശുവല്ല, പിതാവ് ഏറ്റുപറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ഈ ജനങ്ങളെ, എല്ലാമായിരിക്കുന്ന ഈ ജനങ്ങളെക്കാൾ വലിയവനാണെന്നും അവിടുന്ന് ഏകനാണെങ്കിൽ പോലും സ്വർഗത്തെ പിളർത്തുവാൻ കഴിവുള്ളവനാണെന്നും പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കാൻ കഴിവുള്ളവനാണെന്നും അവിടുത്തെ സന്നിധിയിൽ പിതാവ് സാക്ഷ്യം വഹിക്കുമെന്നും ഏറ്റുപറയുമെന്നും പഠിപ്പിക്കുവാൻ മർക്കോസ് ആഗ്രഹിക്കുന്നു. എന്താണ് ഈ പ്രലോഗിൻ്റെ റോൾ അല്ലെങ്കിൽ ഫങ്ഷൻ എന്താണ്? ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? പഴയ ഗ്രീക്ക് നാടകങ്ങളിലൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം, അതിൽ പ്രത്യേകിച്ചും ഏത് വികാരമാണോ കാഴ്ചക്കാർക്ക് സമ്മാനിക്കാൻ നാടകകർത്താവ് ആഗ്രഹിക്കുന്നത്, ആ വികാരം നേരത്തെ തന്നെ അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നാടകത്തിന് മുൻപ് ഒരു ടാബ്ലോ നടത്തുന്ന രീതിയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വികാരം എന്താണ് എന്ന് ഈ ടാബ്ലോ കാണുമ്പോൾ തന്നെ കാഴ്ചക്കാർക്ക് മനസ്സിലാകും. അതിൻ്റെ വിശദീകരണം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ടാബ്ലോയിൽ പ്രകടിപ്പിച്ച ആ വികാരം വ്യക്തികളുടെ ജീവിതത്തിൽ കൂടി വരച്ച് കാണിക്കുന്നതാണ് നാടകം. ഏതാണ്ട് ഇതുപോലെയാണ് ഈ പ്രലോഗിന് ഈ സുവിശേഷത്തിലുള്ളതായ സ്ഥാനം. അതായത് ഈ സുവിശേഷം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചായിരുന്നു, എ പാഷൻ നറേറ്റീവ് വിത്ത് എ ലോങ് ഇൻട്രഡക്ഷൻ എന്നാണ് പണ്ഡിതന്മാർ ഈ പുസ്തകത്തെ, ഈ സുവിശേഷത്തെ വിളിക്കുന്നത്. ആദ്യന്തം കർത്താവിൻ്റെ പാഷനെ പറ്റി, കഷ്ടാനുഭവത്തെപ്പറ്റി, പീഡാനുഭവത്തെപ്പറ്റി, കർത്താവ് മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്നതും റിജക്റ്റ് ചെയ്യപ്പെടുന്നതുമായ കാര്യങ്ങളെപ്പറ്റി പറയുന്ന ഒരു സുവിശേഷമാണിത്. അതിലൂടെ കടന്നുപോയാണ് യേശു ഉയർപ്പിലേക്ക് എത്തിച്ചേരുന്നത്. ഇതുപോലെ വായനക്കാരനും മരുഭൂ അനുഭവത്തിലൂടെ കടന്നുപോയി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണണം, അനുഭവിക്കണം. അതാണ് ഈ സുവിശേഷ കർത്താവിൻ്റെ ലക്ഷ്യം. ആ രീതിയിലാണ് അദ്ദേഹം ഇതിൻ്റെ പ്രലോഗ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 14-ാം വാക്യത്തിൽ പ്രലോഗിന് ശേഷം 1-ാം ഭാഗം തുടങ്ങുകയാണ്. അത് 1:14 ആരംഭിക്കുന്നത്. 1:14 ഈ പ്രലോഗിനെയും 1-ാം ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ഗലീലായിലേക്ക് പോയി സുവിശേഷം അറിയിച്ചുകൊണ്ട് ഗലീലായിലേക്ക് പോയി. അവിടുന്ന് പറഞ്ഞു, അങ്ങനെ തുടങ്ങുന്നു. 15-ാം വാക്യത്തിൽ യേശു പറഞ്ഞു എന്നുള്ള അത് അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 14-ാം വാക്യത്തിൽ പറയുന്നത് യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ എന്നാണ്, ആയ ശേഷം എന്നാണ്. എന്താണ് ഈ ബന്ധനസ്ഥനായി എന്നതുകൊണ്ട് മർക്കോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗ്രീക്ക് വാക്യതാണ് പാരദിദോമി എന്ന വാക്കാണ്. ഒത്തിരി അർത്ഥങ്ങളുള്ള ഒരു വാക്കാണിത്. ബന്ധനസ്ഥനാവുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്ന് അർത്ഥമുണ്ട്. പക്ഷെ മറ്റൊരർത്ഥമുണ്ട് ഇതിന്.
ഒരു മരത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത് ഫലം തരുന്നതിനെ പാരാദിദൂമി എന്ന വാക്കുകൊണ്ട് പ്രകടിപ്പിക്കാറുണ്ട്. അതായത് മർക്കോസിന് യോഹന്നാൻ്റെ അറസ്റ്റിനെ പറ്റി മാത്രമല്ല പറയാനുള്ളത്. യോഹന്നാൻ്റെ ജീവിതം എന്ന വൃക്ഷം അതിൻ്റെ ഫലം പുറപ്പെടുവിച്ച് കഴിഞ്ഞു. എന്തിനാണ് യോഹന്നാൻ അയക്കപ്പെട്ടത്? യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. യേശുവിനെ ലോകത്തിന് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ജോലി അദ്ദേഹം ചെയ്തു കഴിഞ്ഞു, ഫലം പുറപ്പെടുവിച്ച് കഴിഞ്ഞു. ഇനിയും ആ മരത്തിന് നിലനിൽപ്പിൻ്റെ ആവശ്യമില്ല, അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മായുകയാണ്. അങ്ങനെ യോഹന്നാൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ യേശു ഫോർഗ്രൗണ്ടിലേക്ക് വരുന്നു, മുന്നോട്ട് വരുന്നു. യോഹന്നാൻ ചെയ്തതുപോലെ യേശുവും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ മധ്യഭാഗത്തേക്ക് എല്ലാവരും കാണുക വരുന്നു എന്നാണ് മർക്കോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു പറയുന്ന അല്ലെങ്കിൽ അറിയിച്ച സുവിശേഷത്തിൻ്റെ ഒരു സമ്മറിയാണ് 15-ാം വാക്യത്തിൽ ഉള്ളത്. അതായത് യേശു തൻ്റെ ജീവിതകാലത്ത് പ്രഘോഷിച്ചതായ സുവിശേഷത്തിൻ്റെ, അതുപോലെ തന്നെ യേശു ചെയ്ത പ്രവൃത്തികളുടെയൊക്കെ ഒരു സമ്മറിയാണ് ഈ 15-ാം വാക്യത്തിൽ ഉള്ളത്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സമയം പൂർത്തിയായി എന്ന്. സമയം പൂർത്തിയായി എന്ന് മർക്കോസ് പറയുമ്പോൾ, അല്ലെങ്കിൽ യേശു പറയുമ്പോൾ, അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആ പ്ലാൻ പൂർത്തിയായി എന്നാണ്. അതായത് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഗ്രീക്ക് ഭാഷയിൽ സമയത്തെ കുറിക്കാൻ 2 വാക്കുകളുണ്ട്. ഒന്നാമത്തേത് ക്രോണോസ് എന്ന വാക്കാണ്, രണ്ടാമത്തേത് കൈറോസ് എന്ന വാക്കാണ്. ക്രോണോസ് എന്ന വാക്കിൽ നിന്നാണ് ക്രോണോളജി എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്ക് വന്നിട്ടുള്ളത്. ക്രോണോസ് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ സമയത്തെയാണ്. അതായത് മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ സമയം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൈറോസ് എന്ന വാക്കാണ്. കൈറോസ് എന്നാൽ അത് ഗ്രീക്ക് മതത്തിലെ ഒരു ദേവതയെ കുറിക്കുന്ന വാക്കാണ്. കൈറോസ്, ദേവത. കൈറോസ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നയാളാണ് എന്ന ദൈവമാണ്. അപ്പോൾ ദൈവം തൻ്റെ രക്ഷാകരമായ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വാക്കിൻ്റെ പ്രയോഗത്തിലൂടെ മർക്കോസ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി? ദൈവരാജ്യത്തെ സമീപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് രണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സമയത്തെ പൂർത്തിയാക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് ദൈവരാജ്യത്തെ സമീപസ്ഥമാക്കാനും പറ്റില്ല. അപ്പോൾ സമയം പൂർത്തിയായി എന്ന് വെച്ചാൽ അർത്ഥം ദൈവത്തിൻ്റെ ആ എറ്റേണിറ്റി, ആ നിത്യതയിൽ നടക്കുന്ന ആ പ്ലാൻ അത് പൂർത്തിയായി. അതാണ് മർക്കോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ നിത്യതയുടെ ആ പ്ലാൻ അത് പൂർത്തിയായി. അതെങ്ങനെയാണ് പൂർത്തിയായിരിക്കുന്നത്? ദൈവരാജ്യത്തെ സമീപസ്ഥം ആക്കിക്കൊണ്ട് എന്നാണ്. നമ്മൾ ഈ വാക്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമ ചരിത്രം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ പഴയ നിയമത്തിലെ ആദ്യ കാലത്തെല്ലാം, അതായത് യഹൂദ ചരിത്രം തുടങ്ങുന്ന സമയത്തെല്ലാം
യഹൂദന്മാർക്ക് നേതാവായിട്ട് ഒരാളെ ഉള്ളൂ, രാജാവായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് മോശയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മോശ ഒരിക്കലും രാജാവെന്ന് അറിയപ്പെട്ടിരുന്നില്ല. അതിന് കാരണമുണ്ട്. ഓരോ രാജ്യത്തിലെയും രാജാക്കന്മാർ ജനങ്ങളെ ഭരിക്കുന്നത് ഒരുതരം അടിമത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു. രാജ്യത്തിന് മുഴുവനും ഉടമസ്ഥൻ രാജാവ്, പിന്നെ രാജാവിന് വേണ്ടി രാജാവിൻ്റെ ദാക്ഷിണ്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകൾ. ഒരിക്കലും ഈ പ്രജകൾക്ക് രാജാവിനോട് തുല്യതയില്ലായിരുന്നു. പ്രജകളിൽ ആരെയൊക്കെ രാജാവ് സ്നേഹിക്കുന്നുവോ അവർക്ക് അവരുടേതായ പ്രത്യേക പരിഗണന കിട്ടുമായിരുന്നു എന്ന് മാത്രം. നമ്മൾ പഴയ നിയമത്തിൽ ആദ്യമായി രാജാക്കന്മാരെ കാണുന്നത് 2 സാമുവേൽ 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ്, 1-ാം വാക്യം മുതലാണ്. അതുവരെയും ദൈവം തന്നെ രാജാവായിരുന്ന യഹൂദ ജനത അവരുടെ അന്നത്തെ നേതാവായിരുന്ന സാമുവേലിൻ്റെ അടുക്കൽ എന്ന് പറയുന്നു, മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ തരണം എന്ന്. സാമുവേലിന് അത് ഇഷ്ടപ്പെട്ടില്ല. സാമുവേൽ ദൈവവുമായിട്ട് ആലോചിക്കുന്നു. ദൈവം പറയുന്നു, അവരുടെ ഇഷ്ടം പോലെ അവർക്ക് രാജാവിനെ കൊടുക്കുക. രാജാവിനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഉപയോഗിക്കുന്ന ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾ വന്ന് ചോദിച്ചത് ഞങ്ങൾക്ക് രാജാവിനെ, ഹീബ്രുവിൽ മെലക് എന്ന വാക്ക്, ഒരു രാജാവിനെ തരണമെന്നാണ്. കാരണം രാജാവെന്ന ഒരു ആശയമാണ് അവർക്കുള്ളത്. മറ്റ് രാജ്യങ്ങൾക്കെല്ലാം അങ്ങനെയാണ്. എന്നാൽ സാമുവേലിന് ദൈവം നിർദ്ദേശം കൊടുക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുന്ന വാക്ക് മെലക്കെന്നല്ല, നഗിദ് എന്ന വാക്കാണ്. നഗിദ് എന്ന് വെച്ചാൽ അർത്ഥം ഇടയൻ എന്നാണ്. അപ്പോൾ രാജാവ്, ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന രാജാവ്, അദ്ദേഹം ഒരു ഇടയനെ പോലെ ജനങ്ങളെ സംരക്ഷിച്ചു കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് ദൈവം രാജാവിനെ കൊടുക്കാൻ ശമൂവേലിന് അനുവാദം കൊടുക്കുന്നത്. എന്നാൽ നമുക്കറിയാം, യഹൂദന്മാരുടെ രാജാക്കന്മാർ ആരും തന്നെ ഒരു ഇടയൻ്റെ രീതിയിലല്ല ജനങ്ങളോട് പെരുമാറിയതെന്നും രാജാക്കന്മാരെ കിട്ടിയത് ഒരു ശാപമായി പോയി എന്നും ജനങ്ങൾ പിന്നീട് തിരിച്ചറിയുന്നതായിട്ടാണ് യഹൂദരുടെ രാജാക്കന്മാരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. യഹൂദരുടെ ഇടയിൽ ഒരു നഗിദിൻ്റെ ഭാവത്തിൽ, ഒരു ഇടയൻ്റെ ഭാവത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്ത ഒരു രാജാവേ ഉള്ളൂ, അത് ദാവീദ് രാജാവാണ്. അതുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ ഭരണം തുടരുവാൻ വേണ്ടിയാണ് ജനങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ദൈവം ദാവീദിന് കൊടുക്കുന്ന വാഗ്ദാനത്തിൽ നിൻ്റെ മകൻ എൻ്റെ മകനായിരിക്കും, ഞാൻ അവന് പിതാവായിരിക്കും, ഞാൻ അവന് നിത്യമായ രാജ്യം കൊടുക്കും, അവൻ്റെ സിംഹാസനം എന്നേക്ക് നിലനിൽക്കും എന്നെല്ലാം 2 സാമുവേൽ 7-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ രാജ്യം യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ചതുപോലുള്ള രാജ്യമായിരുന്നു. ദൈവം വാഗ്ദാനം ചെയ്യുന്ന ദാവീദിൻ്റെ പുത്രനിൽ ഈ രാജ്യം, അതായത് ദൈവത്തിൻ്റെ രാജ്യം, രാജാവ് വെറും ഇടയനെ പോലെ പ്രവർത്തിക്കുന്ന രാജ്യം വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നാണ് ദൈവം ഇവിടെ സൂചന കൊടുക്കുന്നത്. ജനങ്ങൾ കാത്തിരുന്നത് അതിനുവേണ്ടിയാണ്. രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ പ്രത്യേകത കൊണ്ടും വേറെ അനേക രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുമാണ് യഹൂദന്മാർക്ക് രാജ്യം നഷ്ടപ്പെടുന്നതും. BC 587 അവർക്ക് രാജ്യം നഷ്ടപ്പെട്ട് ബാബിലോണിൽ പ്രവാസികളായിട്ട് അല്ലെങ്കിൽ അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്നതും. ജനങ്ങൾ അതിനുശേഷം ഒരിക്കലും സ്വന്തമായ രാജ്യത്തിൻ്റെ, യഹൂദ രാജാവിൻ്റെ കീഴിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതിനുശേഷം ഓരോ രാജാവും മാറുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക്, ഒരു രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ ആധിപത്യത്തിലേക്ക് ജനങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാബിലോണിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ പേർഷ്യയ്ക്ക് വിധേയരായി, പേർഷ്യക്കാരെ ഗ്രീക്കുകാർ തോൽപ്പിച്ചപ്പോൾ
ഗ്രീക്കുകാർക്ക് വിധേയരായി, ഗ്രീക്കുകാരിൽ നിന്ന് പിന്നീട് സിറിയക്കാർക്ക് വിധേയരായി, പിന്നീട് റോമാക്കാർക്ക് വിധേയരായി. ഇങ്ങനെ അടിമത്തത്തിൻ്റെ നീണ്ട ഒരു ചരിത്രമാണ് യഹൂദന്മാർക്കുള്ളത്. ആ ചരിത്രത്തിന് ഒരു നിർത്തലുണ്ടാക്കി, അത് ഇല്ലാതാക്കി ദൈവം നേരിട്ട് ഭരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യം അത് തുടങ്ങാനുള്ള സമയം പൂർത്തിയായി എന്നാണ് യേശു പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്ന് യേശു പറയുമ്പോൾ ആ വാക്യം, ആ പ്രയോഗം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവരാജ്യം എന്ന ഒരു നാമമല്ല അവിടെ ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്വം അല്ലെങ്കിൽ ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ എന്ന രീതിയിലാണ് ആ വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാസിലോസ് എന്ന് വെച്ചാൽ രാജാവ്, ബാസിലേയ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാസിലേയ, അതിൻ്റെ അർത്ഥം ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഇനി ദൈവം മാനുഷികരായ രാജാക്കന്മാരെ കൊണ്ട് ജനങ്ങളെ ഭരിപ്പിക്കുന്നില്ല, ദൈവം നേരിട്ട് ഭരിക്കാൻ പോവുകയാണ് എന്നർത്ഥം. ഇനി അവരൊരിക്കലും ആർക്കും അടിമകളാവുകയില്ല. ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ദൈവത്തോട് ചേർന്നിരിക്കും എന്ന ആശയമാണ് അവിടെ പ്രകടമാകുന്നത്. അപ്പോൾ യേശു ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്വം അല്ലെങ്കിൽ ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ ഇതാ സമീപസ്ഥമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്വം രാജാവായിരിക്കുന്ന ഈ അവസ്ഥ എന്നത് അത് ഒരു ടെറിട്ടോറിയൽ ആയിട്ട് മനസ്സിലാക്കരുത്, പ്രാദേശികമായി മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഏതൊരു രാജ്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ നീണ്ടു കിടക്കുന്ന ഭൂപ്രദേശമാണ് ഒരു രാജ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു അവസ്ഥാവിശേഷമാണ്. ഇതൊരു പ്രദേശമല്ല, ഒരു അവസ്ഥാവിശേഷമാണ്. ദൈവം തന്നെ ജനങ്ങളുടെ രാജാവായിരിക്കുന്ന, ദൈവം തന്നെ നേരിട്ട് ജനങ്ങളെ ഭരിക്കുന്ന ആ അവസ്ഥ അത് സമാഗതമായിരിക്കുന്നു. ആരിലൂടെയാണ്? യേശുവിലൂടെയാണ്. നമ്മളൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, യേശു മരുഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ യൂദയായിൽ നിന്ന് യേശു സ്നാനം സ്വീകരിച്ച ആ സ്ഥലത്ത് നിന്ന് വന്ന് ഗലീലായിലേക്ക് വന്ന് പറയുന്നതാണ് ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നുവെന്ന്. അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെ, ഗലീലായിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ താനാണ് ദൈവരാജ്യം എന്നുകൂടി യേശു അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തന്നിലൂടെ ദൈവം നേരിട്ട് ജനങ്ങളെ ഭരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഒന്നാമത്തേത് സമയം പൂർത്തിയായി എന്നുള്ളത്, രണ്ടാമത്തേത് ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതല്ല, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ദൈവം അത് ചെയ്ത് കഴിഞ്ഞു എന്ന് ഏതാണ്ടൊരു ഭൂതകാല ക്രിയയിലാണ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. പൂർത്തിയായി, ഇനിയും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പൂർത്തിയായി എന്ന ആശയമാണ് അവിടെയുള്ളത്. അതിനുശേഷം യേശു രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നു. മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെടുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? യേശു ഉപയോഗിക്കുന്ന വാക്ക് മെറ്റനോയയോ എന്ന ഗ്രീക്ക് വാക്കാണ്. മെറ്റനോയയോ, രണ്ട് ഗ്രീക്ക് വാക്കുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ക്രിയയാണ് അത്. അതായത് മെറ്റ എന്ന് വെച്ചാൽ അർത്ഥം ചേഞ്ച്, മാറ്റം എന്നാണ്. പിന്നെ ന്യൂസ് എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ഇൻറ്റേർണൽ ഫാക്കൽറ്റീസ് മൈനസ് കോൺഷ്യസ്നെസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യേശു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ടുള്ള, ആന്തരികമായിട്ടുള്ള ഒരു വലിയ മാറ്റം വരണം എന്നാണ്. യേശു അത്
ആഹ്വാനം ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്, മാനസാന്തരപ്പെടുവീൻ എന്ന്. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു വലിയ മാറ്റം, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അത് പശ്ചാത്താപം അല്ല. ചിലർക്കെല്ലാം അത് പശ്ചാത്താപമെന്ന് തർജ്ജമ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ അത് ശരിയല്ല. പശ്ചാത്താപം എന്ന് വെച്ചാൽ അർത്ഥം കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ പറ്റിയുള്ള ദുഃഖമാണ്. എന്നാൽ ഈ മെറ്റനോയിയ എന്ന് പറയുന്ന ഈ വാക്ക്, മെറ്റനോയിയ എന്ന് പറയുന്നത് അതിന് നൗണാണ്. മെറ്റനോയിയ എന്ന് പറയുന്ന ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലത്തിലെ തിന്മകളെപ്പറ്റി ദുഃഖിക്കുക എന്നുള്ളതല്ല. അത് ഉണ്ട്, പക്ഷേ അതല്ല പ്രധാനം. ഇത് ഭാവിയിലേക്ക് നോക്കുന്നതാണ്. ഭൂതകാലത്തിലേക്ക് നോക്കുന്ന ഒരു മനോഭാവമല്ല, മറിച്ച് ഭാവിയിലേക്ക് നോക്കുന്ന മനോഭാവമാണ് ഈ മെറ്റനോയിയ എന്ന ഈ വാക്ക്. അതായത് പൂർണ്ണമായ ഒരു മാറ്റത്തോടുകൂടി സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ് യേശു ആവശ്യപ്പെട്ടത്. വിശ്വസിക്കുക എന്നുള്ളതാണ് യേശു ഉപയോഗിക്കുന്ന 4ാമത്തെ ആശയം. ഈ മാനസാന്തരം, ഈ മെറ്റനോയിയ, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിനെ കാണാൻ വേണ്ടി നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരുന്നതായിട്ടും അദ്ദേഹം രാത്രിയിൽ വന്ന് യേശുവിനെ കണ്ടുവെന്നും യേശുവിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുമെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മളവിടെ വായിക്കുന്നു യേശുവിന് മറുപടിയാണ്. യേശു പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഇപ്പോഴുള്ള ജീവിതം അവസാനിപ്പിച്ച് ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. അതേ ആശയം തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യേശു മെറ്റനോയയോ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും ഉദ്ദേശിക്കുന്നത്. ഒരു സമ്പൂർണമായ ഒരു മാറ്റം, ബാഹ്യമായിട്ടുള്ള മാറ്റമല്ല, ആന്തരികമായൊരു മാറ്റം വേണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ആൾ പഴയ കാര്യങ്ങളെപ്പറ്റി പശ്ചാത്തപിച്ചെന്നിരിക്കും, ദുഃഖിച്ചെന്നിരിക്കും. അത് ചിലപ്പോൾ ആവശ്യമാണ്, പക്ഷേ അതിനേക്കാൾ അധികമായി അത് ഇനി എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ളതായ സൂചനയാണ്. അപ്പോൾ യേശു പറയുന്നു, അനുദവിച്ച് മാനസാന്തരപ്പെടുക എന്നുള്ളതും നല്ല വാക്ക് തന്നെയാണ്. മനസ്സിന് അന്തരമുണ്ടാകുകയാണല്ലോ. സോ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. പുതിയ നിയമത്തിൽ വിശ്വസിക്കുക എന്ന ഈ വാക്ക് ക്രിസ്റ്റയോയോ എന്നാണ് ഗ്രീക്കിൽ. ഈ വാക്കിന് പല പ്രയോഗങ്ങളുണ്ട്, പല രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ ഏതെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്ന പോലെയല്ല, ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും വിശ്വസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി. പുതിയ നിയമത്തിൽ ഈ വിശ്വസിക്കുക എന്ന വാക്ക്, അതിൻ്റെ ഓബ്ജക്റ്റ്, അതിൻ്റെ കർമ്മം ദൈവമോ ദൈവിക കാര്യങ്ങളോ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ കൂടെ ഇൻറ്റു എന്ന ഒരു വാക്കുകൂടെ ചേർക്കും. സോ യു ആർ നോട്ട് ബിലീവിങ്, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയല്ല, ദൈവത്തിലേക്ക് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. എന്ന് വെച്ചാൽ അർത്ഥം, വിശ്വസിക്കുന്നവൻ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ആന്തരികമായ മാറ്റം സംഭവിച്ചവനാണ്. അവൻ ദൈവിക തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശ്വാസം വഴി. അങ്ങനെയുള്ള വിശ്വാസം, അങ്ങനെ വിശ്വസിക്കുന്ന ആളിന് ആ വിശ്വാസത്തിലൂടെ എന്താ കിട്ടുന്നത്? സുവിശേഷം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയും. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, അനുദപിച്ച് സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുക, അനുദപിച്ച് സുവിശേഷം അനുഭവവേദ്യമാക്കി തീർക്കുക. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 15-ാം വാക്യം മുഴുവൻ സുവിശേഷത്തിൻ്റെ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ മുഴുവനും സമ്മറിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമ്മറിയിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, 1ഉം 2ഉം ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൈവം സമയത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു.
അതായത് വെയിറ്റിങ്ങിനുള്ളതായ പ്രതീക്ഷയുടേതായ കാലം പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രതീക്ഷിച്ച ആ ഓബ്ജക്റ്റ്, ആ കർമ്മം, അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഭരണമാണ്, ദൈവരാജ്യമാണ്. അതിതാ സമീപസ്ഥമായിരിക്കുന്നു. സമീപസ്ഥം എന്ന് വെച്ചാൽ അർത്ഥം അടുത്ത് നിൽക്കുന്നതല്ല, നമ്മുടെ ഉമ്മറപ്പടിയിൽ കയറിയാൽ എങ്ങനെയാണോ അതുപോലെ സമീപസ്ഥമായിരിക്കുന്നു. അതുകൊണ്ട് അനുതപിച്ച് ഒരു ആന്തരിക മാറ്റം സംഭവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇതാണ് യേശുവിൻ്റെ പ്രസംഗങ്ങളുടെ സമ്മറി എന്ന് പറയാൻ കഴിയും.